എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് കർക്കിടകം 1-ാം തീയതിയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കർക്കിടകം 1 എന്നുള്ളത് രാമായണ മാസാചരണത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാമായണം നമ്മളുടെ പാരമ്പര്യമാണ്. എത്രയോ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് രാമായണത്തിൻ്റെ പാരമ്പര്യം പിന്തുടരുന്നൊരു പ്രദേശമാണ് കേരളം. നമ്മളുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലും ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായി രാമായണം ഗ്രന്ഥം പത്ത് നോക്കി ഫലം പറയുന്ന രീതിയൊക്കെ പണ്ടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന സമയത്ത് അവരുടെ മരണാനന്തര ക്രിയകൾക്ക് മുമ്പായി ആ വീട്ടിൽ ആ ദുഃഖത്തെ ശമിപ്പിക്കാനായി രാമായണം വായിച്ച് കേൾപ്പിക്കുന്ന രീതിയും പണ്ടേ കേരളത്തിലുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ മാഹാത്മ്യം കേരളത്തിൽ ഇത്രയധികം കേമപ്പെട്ട രീതിയിൽ ഉയർന്നു വരാൻ കാരണമായിട്ടുള്ള മഹാത്മാവിനെ സ്മരിക്കാതെ ഒരു നിമിഷം പോലും രാമായണ മാസക്കാലത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് സാക്ഷാൽ നമ്മുടെ ഭാഷാപിതാവായിട്ടുള്ള തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന മഹാത്മാവാണ്. ഏറ്റവും കൂടുതൽ രാമായണത്തിൻ്റെ പാരമ്പര്യം നമ്മളിൽ നിറച്ചു വെച്ചത് ഒരു മഹാനായ ഋഷിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് വാൽമീകി എന്നാണ്. ആ വാൽമീകി മഹർഷിയെ കൂടി സ്മരിച്ചുകൊണ്ട് വേണം രാമായണ മാസത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാമകഥാമൃതത്തിൻ്റെ അധ്യായത്തിൽ വാൽമീകി മഹർഷിയുടെ കഥയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. നമുക്കറിയാം, വാൽമീകി എന്നുള്ള പേര് അദ്ദേഹത്തിന് പിന്നീട് ലഭിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര് രത്നാകരൻ എന്നായിരുന്നു. അദ്ദേഹം വനവാസിയായിരുന്നു, ജന്മം കൊണ്ട് ബ്രാഹ്മണനായിരുന്നു എന്നുള്ള വ്യാഖ്യാനമൊക്കെ ഉണ്ട്. എന്തായാലും അദ്ദേഹം കാട്ടിലാണ് കഴിഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലിയോ പിടിച്ചുപറി, കൊള്ള തുടങ്ങിയതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവനോപാധി. ഈ സമയത്ത് അദ്ദേഹം ഒരു വിവാഹം കഴിക്കുന്നു. ഒരു കിരാത സ്ത്രീയാണ് വിവാഹം കഴിച്ചത്. അതിൽ അദ്ദേഹത്തിന് കുട്ടികളുണ്ടായി. ആ കുടുംബം അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു. കാരണം അദ്ദേഹം എന്ത് കാര്യം ചെയ്യുമ്പോഴും കരുതുക, ഇതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് നല്ലത് വരുമല്ലോ എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ എല്ലാ സമയത്തും ഏറ്റവും കൂടുതൽ അധർമ്മപരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്ത് അദ്ദേഹം ജീവിതം മുന്നോട്ട് നയിച്ചു. ഒരിക്കൽ അദ്ദേഹം ഈ കൊള്ള തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ അവിടേക്ക് സപ്തർഷികൾ കടന്നു വന്നു എന്നാണ്. ഇപ്പം എല്ലാവരെയും കണ്ട അദ്ദേഹം ആയുധം കാണിച്ച് തടഞ്ഞു നിർത്തും. അവരുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് തന്നിട്ട് പോകാൻ പറയും. അങ്ങനെയാണ് സാധാരണ പതിവ്. സപ്തർഷികളോടും പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്തൊക്കെയാണോ ഉള്ളത് അത് എന്നെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോയിക്കോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സപ്തർഷികൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഞങ്ങൾ ഇപ്പോൾ താപസഭാവത്തിലാണ്, ഞങ്ങളുടെ കയ്യിൽ സ്വത്തുക്കളൊന്നുമില്ല, എങ്കിലും ഞങ്ങൾക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പിടിച്ചുപറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? ഇതുകൊണ്ട് അങ്ങക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത്? ഇത് അങ്ങ് എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? ഈ ചോദ്യങ്ങളൊക്കെ സപ്തർഷികൾ ഇദ്ദേഹത്തോട്, രത്നാകരനോട് ചോദിച്ചു. രത്നാകരൻ പറഞ്ഞത്, ഇതാണ് കാലങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ചെയ്യുന്നത് വെറും സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ കുടുംബമാണ് എൻ്റെ എല്ലാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഉത്തരമാണ് അദ്ദേഹം കൊടുത്തത്. ആ സമയത്ത് ഒരു ചിരിയോടുകൂടി സപ്തർഷികൾ പറഞ്ഞു, താങ്കളൊരു കാര്യം ചെയ്യൂ, താങ്കളുടെ വീട്ടിൽ ചെന്ന് ഭാര്യയോടും മക്കളോടും ചോദിക്കൂ. താങ്കൾ ഈ കൊടുക്കുന്നതൊക്കെ അവരാണല്ലോ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ ലഭിക്കുന്ന പാപവും അതിൻ്റെ പങ്കും അവർ അനുഭവിക്കുമോ എന്ന് ചോദിച്ചു വരൂ എന്നാണ് സപ്തർഷികൾ രത്നാകരനോട് പറഞ്ഞത്. അതിനെന്താ, എനിക്ക് യാതൊരു സംശയമില്ല, എൻ്റെ വീട്ടുകാർ ഞാൻ ചെയ്യുന്ന പാപം ആയിക്കോട്ടെ പുണ്യം ആയിക്കോട്ടെ ഇതിൻ്റെയൊക്കെ ഫലം അവരെ ഏറ്റെടുക്കുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല എന്ന് സപ്തർഷികളോട് പറഞ്ഞു. അദ്ദേഹത്തോട് വീണ്ടും സപ്തർഷികൾ നിർബന്ധിച്ചു, എന്നാലും താങ്കളൊന്ന് ചോദിച്ചിട്ട് വരൂ, ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രത്നാകരൻ പ്രതീക്ഷയോടുകൂടി വീട്ടിൽ ചെന്ന് ഭാര്യയോട് ചോദിച്ചു, ഭാര്യയെ, ഞാൻ ഇങ്ങനെ കുറേ പാപമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നിനക്ക് അറിയാലോ, അതുകൊണ്ട് തന്നെ ആ പാപത്തിൻ്റെ ഫലം കൂടെ നിങ്ങളെല്ലാവരും അനുഭവിക്കുമല്ലോ എന്ന്. അദ്ദേഹത്തെ നിരാശപ്പെടുത്തിക്കൊണ്ട് ആ ഭാര്യ പറഞ്ഞ വാക്ക് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നാണ് സ്വന്തം ഭാര്യ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. അപ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായത്, ഇത്ര നാൾ താൻ ചെയ്തതൊക്കെ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു, ഏത് പക്ഷത്താണ് ഞാൻ നിലനിന്നത്. ഇതൊക്കെ മനസ്സിലാക്കി അദ്ദേഹം പശ്ചാത്താപത്തോടു കൂടി സപ്തർഷികളെ നമസ്കരിക്കുന്നു. എനിക്ക് തിരുത്താൻ ഒരവസരം തരണമെന്ന് പറയുന്നു. ആ തിരുത്താനുള്ള അവസരമായി അദ്ദേഹത്തിന് രാമമന്ത്രം ഉപദേശിച്ചു. പക്ഷേ ദീർഘനാളുകളായിട്ട് അധർമ്മം ചെയ്യുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് രാമ എന്ന ശബ്ദം പുറത്തേക്ക് വന്നില്ല എന്നാണ്. അതുകൊണ്ട് പ്രയാസപ്പെടുന്നത് കണ്ട രത്നാകരനെ കണ്ട് ആ മന്ത്രത്തെ മറ്റ് പലതരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട് ആചാര്യന്മാർ. നമ്മളിവിടെ
മര എന്നുള്ള ശബ്ദം ഉപയോഗിക്കാൻ പറഞ്ഞു എന്നാണ് പൊതുവിൽ പറയാറുള്ളത്. അത് പിൽക്കാലത്ത് രാമ 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 എന്നായി മാറുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ചുറ്റും ഒരു ചിതൽപ്പുറ്റ് വന്ന് മൂടുകയും ആ തപസ്സിന് ശേഷം ആ ചിതൽപ്പുറ്റിൽ നിന്ന് പുറത്ത് അദ്ദേഹം രത്നാകരൻ എന്നുള്ള പൂർവാശ്രമത്തിൽ നിന്ന് വാൽമീകി എന്ന മഹാത്മാവിൻ്റെ കർമ്മപദത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു തിരു അവതാരം ഉണ്ടായി എന്നുമാണ് സങ്കല്പം. അദ്ദേഹത്തെ നാരദ മഹർഷി കാണുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ ലോകത്തെ ഏറ്റവും ധർമ്മിഷ്ഠനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ മഹർഷി എന്ന്. കൗന്യസ്മിൻ സമൃദ്ധം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ എന്നാണ്. ഏറ്റവും ധർമ്മിഷ്ഠനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? അപ്പോൾ നാരദ മഹർഷി കൊടുക്കുന്ന മറുപടിയാണ്, ദേവന്മാർക്കിടയിൽ അങ്ങനെ ഒരാളില്ല, മനുഷ്യന്മാർക്കിടയിലുണ്ട്, ഇക്ഷ്വാകു വംശത്തിലെ രാമൻ എന്ന്. ആ ഒറ്റ മറുപടിയിൽ നിന്നാണ് രാമകഥ വാൽമീകി മഹർഷി നമുക്ക് പകർന്നു തന്നത്. സീതാദേവിയുടെ പരിത്യാഗത്തിന് ശേഷം സീതയെയും ലവനെയും കുശനെയൊക്കെ സംരക്ഷിച്ചത് വാൽമീകി മഹർഷിയാണ് നമുക്കറിയാം. രാമായണത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാനും സാധിക്കും. അങ്ങനെ ആ രാമായണം എന്ന് പറയുന്ന മഹത്തായുള്ള ഗ്രന്ഥം നമുക്ക് സമ്മാനിച്ച വാൽമീകി മഹർഷിയെ സ്മരിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ രാമകഥ നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ. ഭഗവാൻ അനുഗ്രഹം കൊണ്ട് അടുത്ത രാമകഥയുമായി നാളെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.